നെന്മാറ കരിമ്പാറയിലെ കൃഷിയിടങ്ങളിൽ 2 ദിവസങ്ങളിലായി താണ്ഡവമാടി കാട്ടാനകൾ. കോപ്പംകുളമ്പ, വടക്കഞ്ചിറ, പൂഞ്ചേരി, കൽച്ചാടി മേഖലകളിലെ കൃഷിയിടങ്ങളിലാണ് വ്യാപകമായി കൃഷിനാശം വരുത്തിയത്. മേഖലയിൽ RRT സംഘത്തെ നിലനിർത്തിയില്ലെന്ന് പരാതി. ശനിയാഴ്ച കൽച്ചാടി വഴി വന്ന കാട്ടാന കോപ്പൻകുളമ്പിൽ M. മോഹൻദാസ്, വേവലാക്ഷകുമാർ, വത്സൻ എന്നിവരുടെ വീട്ടുവളപ്പിലെ വിവിധയിടങ്ങളിലായി 3 തെങ്ങുകളും വാഴകളും ഫലവൃക്ഷങ്ങളും വേലികളും നശിപ്പിച്ചു. വനംവകുപ്പ് ജീവനക്കാരെ അറിയിച്ചതിനെ തുടർന്ന് ശനിയാഴ്ച രാത്രിയോടെ കൽച്ചാടിയിൽ പടക്കം പൊട്ടിച്ച ഉൾക്കാട്ടിലേക്ക് കയറ്റാൻ ശ്രമം നടത്തിയെങ്കിലും വനമേഖലയിലെ ചള്ള ഭാഗത്തുകൂടി പൂഞ്ചിറ ഭാഗത്തിറങ്ങി നാശം വരുത്തുകയായിരുന്നു. രാത്രി മരുതഞ്ചേരി ഷാജഹാന്റെ പൂഞ്ചേരിയിലെ കൃഷിയിടത്തിൽ 9 തെങ്ങുകളും 12 കമുകുകളും ഇരുമ്പുവേലിയും 6 വേലിക്കാലുകളും നശിപ്പിച്ചു. നെന്മാറ വനം ഡിവിഷനിലെ തിരുവഴിയാട് സെക്ഷനിൽപ്പെട്ട കരിമ്പാറ മേഖലയിൽ രാത്രി വനമേഖലയോട് ചേർന്ന് പടക്കം പൊട്ടിച്ച് വാച്ചർമാർ മടങ്ങുന്നതിനപ്പുറം മറ്റു നടപടികളൊന്നും നടത്തുന്നില്ലെന്ന് ആക്ഷേപമുയരുന്നു. ആനയ്ക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു ക്രൂര വിനോദമായി ഇത് മാറിയിരിക്കുകയാണ്. 120 തെങ്ങ് ഇവിടെ പ്ലാന്റ് ചെയ്തതാണ്. ഈ 120 തെങ്ങിലിപ്പോൾ 60 തെങ്ങോളം ഇപ്പോൾ ആന നശിപ്പിച്ചു കഴിഞ്ഞു. എല്ലാ തെങ്ങുകളും കായ് ഫലം വന്നു തുടങ്ങിയതാണ്. ഹൈബ്രിഡ് തെങ്ങുകളാണ് എല്ലാം. ഇവിടെ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഈ കർഷകൻ ഇവിടെ ജീവിക്കാൻ പറ്റും? യാതൊരു മാർഗ്ഗവുമില്ല കർഷകർക്ക് ഇവിടെ ജീവിക്കാൻ. ഈ ജനവാസ മേഖലയിൽ ആന വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ജനവാസ മേഖലയാണ്. ഇവിടുത്തെ ജനങ്ങളെല്ലാം വളരെയധികം ഭയവിഹ്വലരായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഇതിനെന്തായാലും ഒരു അടിയന്തര പ്രാധാന്യം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകണമെന്നാണ് ഞാൻ അപേക്ഷിക്കുകയാണിത്. വളരെ അധികം ശോചനീയമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ എനിക്കിത് കാണുമ്പോൾ. ഇത് എന്താ ചെയ്യാമെന്ന് എനിക്ക് തന്നെ അറിയില്ല. പല പ്രാവശ്യം ഞാൻ വനപാലകരോട് ഇത് വിളിച്ചു പറയും, സാറേ ഇത് ആന വരുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. അവർ വന്നു, വനപാലകർ വന്ന് എവിടെയും പടക്കം പൊട്ടിക്കും പോകും. പ്രദേശത്തെ വൈദ്യുത വേലിയും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. നബാർഡ് പദ്ധതിയായ തൂക്കുവേലിയുടെ നിർമ്മാണവും മന്ദഗതിയിലാണ് നടക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.